ആകാശത്ത് മണിക്കൂറിൽ 500 മൈൽ വേഗതയിൽ പറന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പോർവിമാനം ഇറാന്റെ മിസൈലേറ്റു തകരുന്നു. തീജാലകൾക്കിടയിലൂടെ പൈലറ്റ് പുറത്തേക്ക് തെറിക്കുന്നു. അടുത്ത നിമിഷം അയാൾ എത്തിപ്പെടുന്നത് ശത്രുരാജ്യത്തിൻ്റെ മണ്ണിലാണ്. നിങ്ങൾക്ക് ഇതൊരു സിനിമാ കഥ എന്ന് തോന്നാം, എന്നാൽ സിനിമാ കഥയെ വെല്ലുന്ന ഇത്തരം അതിജീവന പോരാട്ടങ്ങളാണ് യഥാർത്ഥ യുദ്ധമുഖത്ത് സംഭവിക്കുന്നത്. ഒരു നിമിഷം മുമ്പ് ആ പൈലറ്റ് അത്യാധുനികമായ ഒരു പോർവിമാനം പറത്തുകയായിരിക്കും, എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ വിമാനത്തിലേക്ക് ഒരു ശത്രു മിസൈൽ വരും. അത് ആ വിമാനത്തെ നശിപ്പിക്കുകയും പൈലറ്റ് അത്ഭുതകരമായ പാരച്യൂട്ടിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക. ഒരു പോർവിമാന പൈലറ്റ് അപ്പോൾ ഭയപ്പെടുകയല്ല കേട്ടോ ആ സമയത്ത് ചെയ്യുക, മറിച്ച് തൻ്റെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുകയായിരിക്കും. അയാൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചുറ്റുപാട് നിരീക്ഷിക്കും. എവിടെയാണ് ഒളിക്കാൻ പറ്റിയ ഇടം, എങ്ങോട്ടാണ് ശത്രുക്കൾ വരാൻ സാധ്യതയുള്ളത്, ഇതെല്ലാം പാരച്യൂട്ടിലിരുന്നു തന്നെയായിരിക്കും അയാൾ തീരുമാനിക്കുന്നത്. നിലത്തിറങ്ങിയാൽ ആദ്യം ചെയ്യേണ്ടുന്നത് സെൽഫ് ഇൻവെൻ്ററിയാണ്. അതായത് പരിക്കുകൾ വല്ലതും പറ്റുമോ എന്ന് അയാൾ നോക്കും. എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കും. പരിക്കുകൾ സാരമുള്ളതാണെങ്കിൽ പോലും പൈലറ്റിന് പക്ഷേ അവിടെ ഇരിക്കാൻ കഴിയില്ല. ഒരു നഗരപ്രദേശത്താണ് പൈലറ്റ് വന്നു വീഴുന്നതെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ ഒളിത്താവളം കെട്ടിടങ്ങളുടെ ടെറസുകളായിരിക്കും. പൈലറ്റുമാർ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് രാത്രികാലങ്ങളിലെ സഞ്ചാരമാണ് കേട്ടോ. ഇതിനവരെ സജ്ജമാക്കിയത് എന്തെന്നല്ലേ, അതാണ് SERE പരിശീലനം. ലോകത്തിലെ ഏറ്റവും മികച്ച പൈലറ്റുമാർക്ക് നൽകുന്ന അതികഠിനമായ പരിശീലനമാണ് ഈ SERE എന്നത്, അഥവാ സർവൈവൽ, ഇവാഷൻ, റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഈ 4 ഘട്ടങ്ങളാണ് ഒരു പൈലറ്റിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ഇതിലെ ഓരോ ഘട്ടവും നമുക്കൊന്ന് വിശദമായി പരിശോധിച്ച് വരാം. സർവൈവൽ അഥവാ അതിജീവനം, അത് മരുഭൂമിയിലായാലും മഞ്ഞുപാളിയിലായാലും അവിടെ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജീവൻ നിലനിർത്തുക എന്നതാണ്. പിന്നീട് ഇവേഷൻ അഥവാ ഒഴിഞ്ഞു മാറൽ, ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ കാടുകളിലോ കെട്ടിടങ്ങളിലോ മറഞ്ഞിരിക്കുക എന്നതാണത്. പിന്നീട് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം, ഒരുപക്ഷെ ശത്രുക്കൾ പിടികൂടിയാൽ പോലും ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരും, പക്ഷേ രഹസ്യങ്ങളൊന്നും പുറത്തു പറയാതെ പിടിച്ചു നിൽക്കുക എന്നതാണ്. ഏറ്റവും അവസാനത്തേതാണ് എസ്കേപ്പ് അഥവാ രക്ഷപ്പെടൽ. തടവിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെട്ട് സ്വന്തം സേനയുടെ അടുത്തെത്തുക എന്നതാണ്. ഈ പൈലറ്റിനെ എങ്ങനെ സ്വന്തം സേന രക്ഷിക്കുമെന്നല്ലേ നിങ്ങളുടെ അടുത്ത ചോദ്യം. വിമാനം തകർന്ന നിമിഷം മുതൽ കോംബാറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം ഉണർന്നായിരിക്കും പ്രവർത്തിക്കുക. പൈലറ്റ് സിഗ്നൽ നൽകുന്ന റേഡിയോകൾ, സാറ്റലൈറ്റ് ഇമേജുകൾ, ഡ്രോണുകൾ എന്നിവ വഴി പൈലറ്റിനെ കണ്ടെത്താനുള്ള നീക്കം തത്സമയം നടത്തുക എന്നതാണ് ഇവരുടെ ചുമതല. തങ്ങളെ രക്ഷിക്കാൻ അവർ ഏതറ്റം വരെയും പോകുമെന്നതാണ് ഒരു പൈലറ്റിൻ്റെ ധൈര്യവും. ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധം തകർത്ത് പൈലറ്റിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ അത്യാധുനിക ഹെലികോപ്റ്ററുകളും കമാൻഡോകളും വരെ വരും. ഇത്തരം ഹെലികോപ്റ്ററുകൾ പൈലറ്റിൻ്റെ അടുത്തെത്തിയാൽ ആദ്യം ചെയ്യുന്നത് അയാളെ തിരിച്ചറിയുക എന്നതാണ്. ശത്രുക്കൾ ഒരുക്കുന്ന കെണിയാണോ എന്ന് പരിശോധിച്ച ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ പൈലറ്റിനെ വടം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്തോ വിമാനത്തിനുള്ളിലേക്ക് അവർ കയറ്റും. ശത്രുവിൻ്റെ മണ്ണിൽ നിന്നും ഒരാളിയെ തിരികെ മാതൃരാജ്യത്തെത്തുന്നതോടെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ദൗത്യം അവസാനിക്കും.